afternoon all. Missilla, ഞാനാണ് ഇപ്പോഴല്ലോ നമുക്ക് തീർക്കാനുള്ള ബാക്കി ഭാഗങ്ങളുടെ കവർ ചെയ്യാം. Good afternoon. Carry on. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വെച്ചത് നിർത്തിയത് നമ്മുടെ ഓറിയന്റേഷന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് ബാക്കി നോക്കാം. എന്താണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്? പ്രോബ്ലംസ് ഓറിയന്റേഷൻ. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഓറിയന്റേഷൻ നടത്തുമ്പോൾ നല്ല രീതിയിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഇപ്പോൾ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് അല്ലാത്ത പക്ഷം നമുക്കറിയാം വരുന്ന എംപ്ലോയീസിന് ആ ഓർഗനൈസേഷനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഓർഗനൈസേഷനോട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ബെസ്റ്റ് ഇംപ്രഷൻ കിട്ടത്തക്ക വിധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയിക്ക് ആ കമ്പനി അല്ലെങ്കിൽ ആ സ്ഥാപനം ഇഷ്ടപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഓറിയന്റേഷൻ കാര്യങ്ങളാണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് പുതിയ എംപ്ലോയിക്ക്. ഇൻ കേസ് അങ്ങനെ പകർന്നു കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓർഗനൈസേഷൻ കമ്പനി ആണെങ്കിൽ നമുക്കറിയാം ചെറിയ രീതിയിലെങ്കിലും ഫിനാൻസ് മുടക്കിയിട്ട് തന്നെയായിരിക്കും ഈ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന പുതിയ എംപ്ലോയീസിന് അറേഞ്ച് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ problems connected with the orientation programs are data overload. First പറയുന്നത് data overload ആണ്. എന്താണ് data overload ൽ പറയുന്നത്? Huge amounts of information should not be given to the new employees simultaneously as it may prove difficult for the employee to understand and retain it. ഓക്കെ, നമുക്കറിയാം അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഒരുപാട് ഡാറ്റകൾ ഒന്നിച്ച് അല്ലെ, അവരുടെ പേര് ഇവരുടെ പേര് എക്യുപ്മെന്റ്സ് ഇങ്ങനെ കൈകാര്യം ചെയ്യണം, ഇന്ന ഡിപ്പാർട്ട്മെന്റ് അതാണ്, അങ്ങനെ വരുന്ന എംപ്ലോയീസിന്റെ അല്ലെ അവരുടെ മൈൻഡിലേക്ക് ഒരുപാട് ഡാറ്റാസ് പകർന്നു കൊടുത്താൽ നമുക്കറിയാം ആർക്കും അത് ഒന്നാമതേ അവര് ഒരു വെപ്രാളത്തോടും അല്ലെ ഒരു പലതരത്തിലുള്ള ആൻസിറ്റിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പുതിയ സ്ഥാപനത്തിലേക്ക് വരുന്നത്. സോ അറ്റ് ദ സെയിം ടൈമിൽ ഒരുപാട് ഓവർലോഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് അവർക്ക് പഠിക്കേണ്ടി വരില്ല. ശരിയല്ലേ? ആണോ? അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ലേ? ഒരു പുതിയ എംപ്ലോയി വരുമ്പോൾ എല്ലാം കൂടി അവരുടെ മൈൻഡിലേക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാതെ പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. അവർക്കത് ക്യാച്ച് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. This is essential to break the information in a bits so that the employee have ample time to accept, analyze and absorb it. ഓക്കെ, നമുക്കറിയാം അത് ചെറിയ ഗണങ്ങളാക്കിയിട്ട് അല്ലെ ആദ്യം അവരെ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായിട്ട് അറിയേണ്ട സംഗതികളൊക്കെ അല്ലെ, അറ്റ്ലീസ്റ്റ് അവരുടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ പേരുകളൊക്കെ അതുപോലെ തന്നെ എന്താണ് മസ്റ്റായിട്ടും അവര് കുറച്ചെങ്കിലും ഫെമിലാരിറ്റീസ് കീപ്പ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് അവർക്ക് പകർന്നു കൊടുക്കും. അപ്പൊ അത് അല്ലെ ഷോർട്ട് ടൈം ഒരു പകുതി എന്താ പറയുക ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് ക്രമീകരിച്ചു കൊടുക്കുകയാണെങ്കിലാണ് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. മതിയായ രീതിയിൽ ആംപിൾ ടൈം ടു ആക്സെപ്റ്റ്, അവർക്ക് അത് മതിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷനോടെ അവൈലബിൾ ആക്കി കൊടുക്കണം. It is unfortunate that Schneid organizations and human resource personnel face a large part of information on an
എംപ്ലോയീസ് ഷോൾഡർ ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. പക്ഷെ മിക്കവാറും സ്ഥാപനങ്ങൾ എന്താണ് ഫസ്റ്റ് ഡേ തന്നെ അവിടുത്തെ ഓർഗനൈസേഷന്റെ പാഷൻ അനുസരിച്ചിട്ട് അവരുടെ രീതി അനുസരിച്ചിട്ട് കുറെ ഇൻഫോർമേഷൻസ് നമ്മൾ ഒന്നിച്ച് അവരുടെ ഷോൾഡറിലേക്ക് അല്ലെങ്കിൽ അവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും. ഇന്ന ആൾക്കാരൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, നിങ്ങൾ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം, ഇത്ര ടൈമിനുള്ളിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് പേരുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് അവരുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് എന്താണ് ടെറിഫൈഡ് നെർവസ് എംപ്ലോയീസ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എംപ്ലോയീസിന് വളരെ നടുക്കുള്ളവർക്ക് അല്ലെ അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ടെറിഫൈഡ് നെർവസ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ ഇൻഫോർമേഷൻസും ഫസ്റ്റ് ഡേ തന്നെയാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. മെയിനായിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഡാറ്റാസും ഒന്നിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അത് ഡാറ്റാസ് ഓവർലോഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയീസിന് ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായിരിക്കും ഫസ്റ്റ് ഡേ തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയറാണോ? ഓക്കെ അല്ലേ? ഡാറ്റ ഓവർലോഡ്. വീണ്ടും നമുക്ക് നോക്കിയാണെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. ഓക്കെ, അവിടെ കുറച്ചൊക്കെ നമുക്കറിയാം. പിന്നെയും പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് പോലടിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കഠിനമായ രീതിയിൽ അല്ലെ വളരെ സിമ്പിൾ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നാലും നമുക്കറിയാം എംപ്ലോയീസിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. എംപ്ലോയീസ് നോട്ട് ഫീൽ കംഫർട്ടബിൾ when an induction program is organized in a formal and routine way. ഓക്കെ, നമുക്കറിയാം അവിടെ റുട്ടീൻ ആയിട്ടുള്ള വേയിൽ തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റേതായിട്ടുള്ള സങ്കല്പിതമായ രീതിയിൽ തന്നെ പ്രോഗ്രാംസുകളൊക്കെ കൈകാര്യം ചെയ്തത്. ഈ കേസ് പ്രോഗ്രാമുകളെല്ലാം തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അറേഞ്ച് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. Just like a custom, hence there is a needed to conduct the program in a dynamic and in the actual manner. ഇത് സാധാരണ രീതിയിൽ ഒരു വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം എംപ്ലോയീസ് പുതിയ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയിരുന്നു, അവർക്ക് ഓറിയന്റേഷൻ നടപ്പാക്കുന്നു, വീണ്ടും എന്താണ് ജോലി തുടർന്നുകൊണ്ടേ അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ വീണ്ടും എംപ്ലോയീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അവരുടെ റിക്രൂട്ട്മെന്റ് നടപടികളുടെ ഭാഗമായിട്ട് ഈ ട്രെയിനിങ്ങും ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. സോ ഇതൊരു കസ്റ്റം ഒരു ശൈലി പോലെ തന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതി ചില ഓർഗനൈസേഷനിലെങ്കിലും അങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതൊരു ചലനാത്മകമായിട്ടുള്ള ഒരു നേച്ചറായിട്ട് അല്ലെ അതിന്റെ ഒരു സ്വാഭാവികതയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. This can be done if the employees are encouraged to voluntarily and actively participate in the induction program to make it a pleasant activity and not a punishment for the employees who have joined recently. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം പുതിയ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഒരു ജോലി അതിന്റെ ഓറിയന്റേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഭയങ്കര വലിയ പ്രതീക്ഷകളും എക്സ്പെക്ടേഷനോടും കൂടിയിട്ടായിരിക്കും വരുന്നത് അല്ലെ. അങ്ങനെ വരുന്ന സാഹചര്യത്തില് അവിടെ റൂട്ടീൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന നിലവിലാണ് ഈ പറഞ്ഞ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നതെങ്കിൽ അവിടെ എന്താണ് അവരെ സംബന്ധിച്ച് പ്ലസന്റ് ഫീലിങ്സ് അവർക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. ശരിയല്ലേ? ഒരു അല്ലെ അവരെ സംബന്ധിച്ച് ഇൻ കേസ് എന്താ പറയുക ചെയ്തു പോകേണ്ട ഒരു ഡ്യൂട്ടി എന്നുള്ള ഭാഗമായിട്ട് അവർ കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ സ്വമേധയ അവർക്ക് ഒരു പ്രോത്സാഹനം ലഭ്യമാകുന്ന തക്കത്തിലായിരിക്കില്ല ഈ പറഞ്ഞ ഓറിയന്റേഷൻ ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം അവിടെ നാച്ചുറലി ബോർഡമായിട്ടായിരിക്കും ആ എംപ്ലോയീസ് അല്ലെ അവിടെയുള്ള ഉദ്യോഗസ്ഥര് ആ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. സോ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അത് നിർവഹിച്ചു പോവുകയാണ്. ഇവരുടെ ന്യൂ എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും അവരെ ശ്രദ്ധിക്കാനായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് ഡെസിഡിറ്റി അപ്പൊ വേണമെങ്കിൽ വളരെ റഫായിട്ടൊക്കെ ആയിരിക്കും അവർക്ക് പരിചയപ്പെടുത്തിയ കൊടുക്കുന്നത് അല്ലെ. പണിഷ്മെന്റ് ഫോർ ദ എംപ്ലോയി ഹു ഹാവ് ജോയിൻഡ് റീസെന്റ്ലി അല്ലെ. അത് ഒരു ഭാഗം അല്ലെ ഒരു ചെയ്തു കൊടുക്കണമല്ലോ പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ എന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ വ്യാപൃതമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോഴും എംപ്ലോയീസ് അതിനോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, ക്ലിയർ ആണോ? ഡാറ്റ ഓവർലോഡ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് വാട്ടർ ആൻഡ് റിജിഡിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റേഴ്സ്.
ഓക്കെ, നമ്മളിപ്പോ വരുന്ന എംപ്ലോയീസ് ആക്ച്വലി അവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് ഓർഗനൈസേഷനിൽ അവർക്ക് ഒരു ഓറിയന്റേഷൻ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുന്ന വ്യക്തികൾക്കും അധികപ്പെടുത്ത അറിവില്ല എങ്കിൽ ഉണ്ടാവുന്ന സ്ഥിതി എന്തായിരിക്കും? പരിചയപ്പെടുത്തുന്നവർക്ക് അത്രയധികം നോളജും ഇല്ല എങ്കിൽ എന്തായിരിക്കും? രണ്ട് ഇരുകൂട്ടരും ഒരുപോലെ ആയിരിക്കും അല്ലെ? കാരണം വരുന്ന എംപ്ലോയീസിന് അറിവില്ലാതെയാണ് അവര് എന്താണ് ഓർഗനൈസേഷനിൽ ഓറിയന്റേഷൻ ടൈമില് കുറെ കാര്യങ്ങൾ ഗ്രഹിക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് വരുന്നത്. അതേ സെയിം ടൈമില് ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്കും നല്ല ഫെസിലിറ്റേഷൻ അല്ലെ, നല്ല നോളജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ടുള്ള അറിവൊന്നും മതിയായ രീതിയിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഓറിയന്റേഷൻ ടൈമിൽ കിട്ടുക അല്ലെ. The role of promoters of an induction program is handed over to the supervisors and managers of the organization. They may not be able to carry out it effectively due to lack of adequate experience and training. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സോ ലൈൻ മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും. മിക്കവാറും ഓർഗനൈസേഷനിലൊക്കെ അങ്ങനെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സും ഈ പറഞ്ഞ ലൈൻ മാനേജേഴ്സ് ഒക്കെ ആയിരിക്കും. They may not be able to carry out it effectively due to lack of adequate experience and training. അവർക്ക് ഇൻ കേസ് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. വരുന്ന നല്ല എംപ്ലോയീസ് അത് ഫ്രഷേഴ്സ് ആണ്, അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് അവർക്ക് ഈ പറഞ്ഞ മാത്രമേ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒന്നും ഒന്നിച്ച് അവർക്ക് കൊടുക്കരുത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിനിങ് പാക്കേജസ് ഒന്നും ഇവർക്ക് ലഭ്യമല്ല എങ്കിൽ എന്താണ് ഇവർക്കറിയാവുന്ന നോളജും കാര്യങ്ങളൊക്കെ എന്താണ് സൂപ്പർവൈസേഴ്സും മാനേജേഴ്സ് ഒക്കെ വരുന്ന എംപ്ലോയീസുകൾക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവില്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് എന്താണ് വരുന്നവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും അവർക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന രീതിയിലായിരിക്കും അവർ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് അല്ലേ? ശരിയല്ലേ? അതോ ചിലരായതുകൊണ്ട് അതിലേക്ക് ആക്റ്റീവായിട്ട് വരാനായിട്ട് പറ്റാത്ത ഉണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് ഈ സമയം കൊണ്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ മാത്രമേ സംസാരിച്ചു പോകും. ഓക്കെ, ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്നവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? അല്ലാത്ത പക്ഷം നമുക്കറിയാം അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ഈ വരുന്ന എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക. They might also try to weaken the significance of the independent position in the organization and overstate their own power on the independent job. Okay, അവരാണെങ്കിലും നമുക്കറിയാം അവർക്ക് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് എന്നൊക്കെ പറയുന്നത് അവരുടെ ആ പവറും അധികാര ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കും. ഇൻ കേസ് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള നേച്ചറിൽ തന്നെയായിരിക്കും അവർ ഇൻഫോർമേഷൻസ് ഒക്കെ പകർന്നു കൊടുക്കുന്നത്. As a result, the attitude and conduct of the existing employees may seem to be threatening for the independence. ഓക്കെ, എങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോ നമുക്കറിയാം അയ്യോ എങ്ങനെയാണോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ സൂപ്പർവൈസേഴ്സിന്റെ ഒരു പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള കൺട്രോളിംഗ് നേച്ചറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വരുന്ന എംപ്ലോയീസിന് പേടിയായിരിക്കും. കാരണം നമ്മളെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ഇത്ര ടൈമിനുള്ളിൽ ചെയ്തു കൊടുക്കണം. ഇൻ കേസ് എങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് ഉണ്ടാവും. സോ അങ്ങനെയൊക്കെയുള്ള കുറെ ഇൻഫോർമേഷൻസ് ഒക്കെയാണ് സൂപ്പർവൈസിംഗ് എന്നൊക്കെ പറയുന്നവർ നമുക്കറിയാം ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് അല്ലെ? മോസ്റ്റ്ലി നമുക്കറിയാം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതും അതായത് ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരും തീർച്ചയായിട്ടും നമുക്കറിയാം സൂപ്പർവൈസറി പോസ്റ്റ് ഇരിക്കുന്നവരാണ്. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം ഒരു കൺട്രോളിംഗ് ഹാൻഡ്ലിംഗ് പവർ ആയിരിക്കും അവർക്ക് മോസ്റ്റ്ലി ഉണ്ടാവുക. സോ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് തന്നെ വരുന്ന എംപ്ലോയീസിന് ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഭയങ്കര പേടിയായിരിക്കും അല്ലെ? അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ ജോലി ഇട്ടിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇൻകേസ് അവർക്ക് മോശമായിട്ട് വരുന്ന എംപ്ലോയീസിന് നിങ്ങൾ ഇത്രയും പരിചയപ്പെടുത്തി കൊടുത്താൽ മതി അല്ലെ, ബാക്കി കൺട്രോളിങ് കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോ ഹാൻഡിൽ ചെയ്യേണ്ടതില്ല, അങ്ങനെയൊക്കെയുള്ള പ്രത്യേക രീതിയിലുള്ള അഡിക്വേറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ്
ഇവർക്ക് ഇത്തരത്തിലുള്ള ഇങ്ങനെ അല്ലെ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ടുള്ള അവർ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ രീതി ഫോളോ ചെയ്യും. അതല്ല ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒന്നും കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അവര് ആ ഒരു പവർ അല്ലെ കൺട്രോളിംഗ് പവർ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബോയ്സിന് പേടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആ ഹെഡിങ് വെച്ച് തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്സ്. റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്സ് എന്ന് പറയുന്നത് the retention level of the employees can be improved through an organized induction program, and as a result of which attrition can be reduced, particularly in the early years. Okay. അതായത് ഇവിടെ റിട്ടൻഷനും അട്രീഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൂടി പഠിച്ചേക്കുന്ന കാര്യമാണ്. അതായത് നമുക്കറിയാം എംപ്ലോയീസിന് നല്ല രീതിയിൽ അല്ലെ ഇവിടെ പറയുന്നുണ്ട് റിട്ടൻഷൻ ലെവൽ ഓഫ് ദ എംപ്ലോയീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ആൻ ഓർഗനൈസ്ഡ് ഇൻജക്ഷൻ പ്രോഗ്രാം. അല്ലെ അവിടെ റിട്ടൻഷൻ നിരക്ക് കൂടാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻജക്ഷൻ പ്രോഗ്രാം ആണ് സംഘടിപ്പിക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറ്റി പറഞ്ഞ വളരെ സമയമെടുത്ത് അവരെ പേടിപ്പിക്കുക, അവർക്ക് ഫസ്റ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാതെ ബോറാക്കാതെ അല്ലെങ്കിൽ പേടിപ്പെടുത്താതെ രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അവകാശം കൊടുക്കുക. അതേപോലെ തന്നെ അന്ന് അറിയേണ്ട ഹസാർഡ്സ് അല്ലെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായാലും അതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയി എംപ്ലോയി ഹാപ്പി ആയിരിക്കും, അവരവിടെ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കും. And as a result of which attrition can be reduced. അല്ലെ അവരെ വിട്ടുപോകുന്ന നിരക്ക് അതുകൊണ്ട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവരെ താല്പര്യപൂർവ്വമായിരിക്കും ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ ഓക്കെ അവരെ സംബന്ധിച്ച് ആ കമ്പനിയെ സംബന്ധിച്ച് ഒരു മതിയായ ഒരു നോളജ് അല്ലെങ്കിൽ ഓക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അല്ലെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവരെ മൈൻഡ് കീപ്പ് ചെയ്യാൻ സാധിക്കും. സോ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് വരാനുള്ള താല്പര്യമുണ്ടാവും. Particularly in the അതാണ് പ്രധാനമായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. On the other hand, a weekly prepared and implemented induction program could produce undesired result. ഓക്കെ, അതല്ല നമ്മളിങ്ങനെ സ്ട്രക്ചേർഡ് അല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ മാത്രം ഓർഡർ അടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് തന്നെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ് ആ പ്രോഗ്രാമിൽ നിന്ന് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം employees satisfied ആവണമെന്ന് നിർബന്ധമില്ല. They may force the employee to build up a negative feelings towards the organization and also about their attitude towards the induction program. Also, this is not done deliberately. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും അവരെ എംപ്ലോയിക്കും അവരവർക്ക് സ്വയമേ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ഉണ്ട് അല്ലെ. കാരണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി വേണമെങ്കിൽ പോയി എടുക്കാം അല്ലെ. അപ്പൊ അവരെന്താണ് മനഃപൂർവ്വം അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഇഷ്ടമുതൽ തിരഞ്ഞെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് അൺസ്ട്രക്ചേർഡ് ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. കാരണം നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതേസമയം സ്ട്രക്ചേർഡ് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ കമ്പനിയിൽ നിലനിന്ന് പോകാനായിട്ട് അവരെ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അതല്ല എങ്കിൽ സ്വമേധയാ തന്നെ ചിലപ്പോൾ വേണമെങ്കിലും അവര് അവരുടെ മനോഭാവത്തിലെ മാറ്റങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. This is in due course also force the employees to leave the job suddenly as he is nervous, fearful and uncertain about its future. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴേ പറഞ്ഞ സ്ട്രക്ചർ അല്ല എങ്കിൽ അവർക്കൊരു പേടിയൊക്കെ ആയിട്ടാണ് പറയണം ഭയങ്കര കൺട്രോൾ പവറോട് കൂടിയിട്ടൊക്കെ. അതല്ലെങ്കിൽ എന്താണ് അവരുടെ എല്ലാ ഇൻഫോർമേഷൻസ് ഒക്കെ ഒന്നിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് കുറെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അവരെന്താണ് പേടിച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ ഫ്യൂച്ചറിൽ ഫുള്ളിൽ എന്തൊക്കെ ആവും എന്നുള്ളൊരു പേടി കൊണ്ടൊക്കെ തന്നെ അവരവിടെ നിന്ന് വിട്ടുപോകാൻ എംപ്ലോയി അവരുടെ തൊഴിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലേ, ലിസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് 2 പോയിന്റ് കൂടിയേ ഉള്ളൂ.
അല്ലേ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നമുക്ക് അത് അല്ലേ, മനഃപൂർവ്വം വേണമെങ്കിൽ നമുക്കത് നിന്ന് വിട്ടുപോകാനായിട്ടുള്ള തീരുമാനമെടുക്കാം. സഡൻലി കൃത്യമായിട്ട് പറയുന്നുണ്ട്. although this is not done deliberately, അല്ലെ? അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ and also about their attitude towards the injection program, അല്ലെ? നമുക്ക് അവർക്ക് മനോഭാവങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോഴെന്താണ് ഓരോ മനോഭാവങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ മനഃപൂർവ്വം ചെയ്യുന്നതെല്ലാം although this is not done deliberately, അവര് മനഃപൂർവ്വം തന്നെ ചെയ്യാൻ കേസ് അവിടെ വേണ്ടാമെന്ന് വെക്കാനായിട്ടുള്ള സാധ്യത, അല്ലെ, തീരുമാനമെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയറായോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? സെന്റൻസ് വായിച്ചു നോക്കാം. It may force the new employee to build up negative feelings towards the organization. അവർക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്തുകൊണ്ടാണ്? വീക്കായിട്ട് സ്ട്രക്ചേർഡ് അല്ലാത്ത രീതിയിലാണ് ഓറിയന്റേഷൻസ് കൊടുക്കുന്നത്. സോ അവർക്ക് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ അബൌട്ട് ദർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഇൻജെക്ഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ അവരുടെ മനോഭാവത്തിലും വേരിയേഷൻസ് ഉണ്ടാവാം. അവര് വിചാരിച്ച രീതിയിലൊന്നല്ല അവിടെ ഇൻജെക്ഷൻ പ്രോഗ്രാം അവർക്ക് ലഭ്യമായത്. സോ അവരുടെ മനോഭാവത്തിൽ വേരിയേഷൻസ് വരുന്നു. although this is not done deliberately, മനഃപൂർവ്വമല്ലാതെ തന്നെ അവർക്ക്, അല്ലെ, അവര് ഇപ്പോ ഈ പറഞ്ഞ മാതിരി സ്ട്രക്ചർ അല്ലാത്ത കാരണം തന്നെ മാനസികമായിട്ട് അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത രീതിയിൽ അവരെ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയറാണോ? ക്ലിയറായോ? കാര്യം എന്താണ് ഉദ്ദേശിച്ചത് നോക്കിയാണോ? Then this is a view also force the employee to leave the job suddenly as he is nervous and uncertain about this the future. Okay, അവര് പ്രതീക്ഷിച്ചിട്ടൊക്കെ വന്നതാണ്. പക്ഷെ അൺസ്ട്രക്ചേർഡ് ആയതുകൊണ്ട് അവരുടെ മാനസികമായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലെ? അത് എന്താ പറയുന്ന, ആരും കമ്പനി ചെയ്തിട്ടോ ഇനി ഇതുകൊണ്ടോ അല്ല സംഭവിക്കുന്നതോ അല്ല, അവരുടെ മാനസികമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. സോ അവരെന്ത് ചെയ്യും? എംപ്ലോയിൽ നിന്നും ഫോഴ്സിന്റെ this is a due force also force employee to leave the job suddenly. ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട്, അത് വേണ്ടാന്ന് വെക്കാനായിട്ടായിരിക്കും അവര് തീരുമാനിക്കുന്ന. കേസ് ഫിയർഫുൾ അൺസർട്ടൻ അബൌട്ട് ദ ഫ്യൂച്ചർ. അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും, ഇനി ഇത്ര വർക്ക് ചെയ്യണമല്ലോ, ഇത്ര കാര്യങ്ങളാണല്ലോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിരിമുറുക്കങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അൺസ്ട്രക്ചേർഡ് ആവുകയാണെങ്കിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് എന്താ പറയുന്നത്? അവിടെ നോക്കാം. ലെവൽസ് ഓഫ് ലേണിംഗ് എബിലിറ്റീസ് ആൻഡ് പെർസ്പെക്ച്വൽ സ്കിൽസ് വേരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, നമുക്കറിയാം ലേണിംഗ് എബിലിറ്റീസ് ആൻഡ് പെർസ്പെക്ച്വൽ സ്കിൽസ് വേരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരെയും അവരവരുടേതായിട്ടുള്ള കഴിവുകളിലും, അല്ലെ, നോളജ് എല്ലാം, അല്ലെ, നമുക്കറിയാം, അറിയാനുള്ള ആ ഒരു ധാരണയും കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തതയുണ്ട്. few people can grasp better than others. ചിലരൊക്കെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിവുള്ളവരായിരിക്കാം. Likewise, only listening to the presenter may be for some people to understand the subject matter, while others may need video presentations and demos to understand the information clearly. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ എല്ലാ പേഴ്സൺസും പീപ്പിൾസ് എല്ലാം ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള നോളജ്, അല്ലെ, അറിവുകൾ നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി വേരിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവര് അറിവുകളൊക്കെ ഗ്രഹിച്ചു വെക്കുന്നത്, അല്ലെ? ചിലരൊക്കെ പെട്ടെന്ന് പറയുന്ന മാത്രമേ തന്നെ ലിസണിങ്ങിലൂടെ തന്നെ അവർക്ക് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ചിലരെ സംബന്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം വീഡിയോ പ്രസന്റേഷൻസ് ഡെമോസ് ഒക്കെ വെച്ചിട്ടാണ്
അവർക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസ് ആയിരിക്കും ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കാനുള്ളത്. മോസ്റ്റ്ലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കാരണം ബിഹേവിയറുമായിട്ടുള്ള ചേഞ്ചസ് വ്യത്യസ്തമാണ് അല്ലെ. Then making use of common methods and same delivery system by the organization in induction programs for all new employees, regardless of their skill levels and education backgrounds, may affect the effectiveness of the induction programs. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ്സ് അത് യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് പീപ്പിൾസിനും അല്ലെ ഓൾമോസ്റ്റ് എംപ്ലോയീസും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ. കേസ് വീഡിയോ ക്ലിപ്സ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഡെമോ കൊടുത്തുകൊണ്ട് കാണിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവേ അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ടും അതനുസരിച്ചിട്ട് തന്നെ മെമ്മറിയിൽ കീപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകള് ഒരു പ്രധാനപ്പെട്ട മാറ്ററാണ്. എംപ്ലോയീസിന് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഗ്രാസ്പിംഗ് പവർ ആയിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അപ്പൊ അവർക്ക് അവരുടെ വരുന്ന എംപ്ലോയീസിന്റെ രീതി അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും. നമ്മളിവിടെ പറയുന്ന ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അല്ലെ. ചിലപ്പോ വൈവിധ്യങ്ങളുടെ എന്തെങ്കിലും അപര്യാപ്തത ഈ പറഞ്ഞ വീഡിയോ പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് പറ്റാതെ അല്ലെങ്കിൽ ഡെമോ ഒക്കെ കാണിച്ച് അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഒരു അല്ലെ ഒരു പോരായ്മ അത് തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യും. ആ എംപ്ലോയീസിന് അത് കാണാനായിട്ട് പ്രകടമാവാനായിട്ട് സാധിക്കും. കാരണം ചിലർക്കായിരിക്കും എന്താണ് ലിസണിങ് പവർ ഉണ്ടാവുക, അവര് മാത്രമായിരിക്കും ഈ പറഞ്ഞ ഓറിയന്റേഷൻ കാണുന്നതിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് പറ്റുന്നതായിട്ട്. ഓക്കെ അല്ലേ? ക്ലിയറാണോ? ക്ലിയറാണോ? ഹെഡിങ്ങുകൾ വെച്ച് തന്നെ പഠിക്കാനോ പ്രോഗ്രാംസ് ഓഫ് ഓറിയന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ടോ? അല്ലാതെ ഉള്ളിൽ നിന്ന് കുറെ ചോദിച്ച് കാണാറുണ്ട്. സോ ജസ്റ്റ് ഹെഡിങ് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിൽ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലെവൽ ഓഫ് ലേണിംഗ് എബിലിറ്റീസ് ആൻഡ് കൺസെപ്റ്റ് സ്കിൽസ് വേരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ അല്ലെ. വെച്ച് ഒരു പേഴ്സണിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ത് ലെവൽ ഓഫ് ലേണിംഗ് എബിലിറ്റീസ് എന്നുള്ളത് അല്ലെ. അത് ക്ലിയർ ആയ കാര്യമാണ് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആയിരിക്കണം എന്താണ് ഓർഗനൈസേഷൻ ടീം എടുക്കേണ്ടത് ഓറിയന്റേഷൻ ടൈമിൽ. ചിലപ്പോൾ എക്സ്പെൻസീവ് ആണ് എങ്കിൽ ചിലപ്പോൾ ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓറിയന്റേഷൻ ചിലപ്പോൾ ഈ പറഞ്ഞ സൂപ്പർവൈസേഴ്സിനെയോ മാനേജേഴ്സിനൊക്കെ മാനേജേഴ്സിനൊക്കെ ഏൽപ്പിക്കും. പക്ഷെ അങ്ങനെ പകർന്നു കൊടുക്കുന്ന അറിവ് ചിലപ്പോൾ ഒറ്റയടിക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള പവർ എല്ലാ എംപ്ലോയീസിന് കിട്ടിയെന്ന് വരില്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. The absence of evaluation and follow-up. Absence of evaluation and follow-up എന്ന് പറയുന്നത് എന്താണ്? It is important of the organization to assess the efficiency of the induction program by gathering the feedback from the new employees participating in it. Okay, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എങ്ങനെ എത്രത്തോളം അത് ഫലവത്തായി എന്നുള്ളതിന്റെ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ നടത്തേണ്ടതുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. It is important for the organization to assess the efficiency of the induction program by gathering feedback from the new employees participating in it. Okay, അവരുടെ പാർട്ടിസിപ്പേഷൻ അവരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ഫീഡ്ബാക്ക് വിലയിരുത്തേണ്ടതാണ്. They should regularly follow up and feedback the process by making the required modification in the program to upgrade it. Okay, നമുക്കറിയാം ഈ പറഞ്ഞ ഫ്രഷേഴ്സിനൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുത്ത് അവരിൽ നിന്ന് കിട്ടിയ അറിവ് അനുസരിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വരുത്തി കൊണ്ടുപോയാലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുത്തതിന്റെ ഗുണം നമുക്ക് മോസ്റ്റ്ലി സൂട്ടമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ കൊടുത്തപ്പോ ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും.
ദെൻ വീണ്ടും അവർക്ക് നെക്സ്റ്റ് ഡേ ഒക്കെ വരുമ്പോഴല്ലേ നെക്സ്റ്റ് കുറച്ച് നാളുകൾ ഇതിന്റെ ആ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്തതിനു ശേഷം വീണ്ടും അവരെ എവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടോ, ഓക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരുത്തേണ്ടതുണ്ട്, എന്തെങ്കിലും കുറച്ചും കൂടി സ്പീഡ് പവർ കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ കുറച്ച് കറക്ഷനും കൂടി നടപ്പാക്കി കൊണ്ടുപോയാലാണ് ഈ പറഞ്ഞ മാതിരി ഇൻഡക്ഷൻ നടത്തിയതിന് മോസ്റ്റ്ലി അല്ലെ മോർ എഫക്റ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് many organizations rarely carry out the serious assessment and follow-up of their induction program. പക്ഷെ മിക്കവാറും ഓർഗനൈസേഷനിലാണെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ അവര് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അല്ലെ അവര് പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ചെയ്യുന്നുണ്ടോ, സ്പീഡ് ഉണ്ടോ, അതിന് ഇനി എന്തെങ്കിലും കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിലയിരുത്തലൊന്നും നടപ്പാക്കാതെ വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. സോ അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം തന്നെയാണെന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 6 പോയിന്റ്സ് വരെ ജസ്റ്റ് വായിച്ചു നോക്കുക. ഏതെങ്കിലും പോയിന്റ് നമുക്ക് ചോദിക്കാം. ക്ലിയറല്ലേ? പ്രോബ്ലംസ് ഹെഡിങ്സ് ഒന്നും ജസ്റ്റ് പോവാം. നമുക്ക് വിഷൻ സെക്ഷൻ വരികയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതിനൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോവാം. അപ്പൊ ബാക്കി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. പ്ലേസ്മെന്റ് പ്ലേസ്മെന്റിൽ പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നടത്തിയതിനു ശേഷമാണ് പ്ലേസ്മെന്റ് സെക്ഷനിലേക്ക് വരിക. അപ്പോ ഈ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഓറിയന്റേഷൻ ടൈമിലൊക്കെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കും. അവരൊക്കെ ഓക്കെയായി അവരൊക്കെ വില്ലിങ് ആണ്, അവരെ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് അവർ വില്ലിങ് ആണ്. അതേപോലെ തന്നെ എംപ്ലോയറും ഓക്കെയാണ് ഇവരുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അല്ലെ നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അവർക്ക് പെർമനന്റ് ജോലി ഓഫർ ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുന്നത് നോക്കാം. Meaning and definition of a placement. The employee should be placed on he or she has been hired. Okay, നമുക്കറിയാം അവര് ഹയർ ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്കൊരു പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. ഇത് നടപ്പാക്കുന്നത് allocation of people to jobs is known as the placement. Okay, placement എന്ന് പറയുന്നത് എന്താണ്? ജോലിയിലേക്ക് പീപ്പിൾസിനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. വ്യത്യസ്ത ജോലികളുണ്ടാവും. ഒരു ഓർഗനൈസേഷനാവുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ജോലികളുണ്ട്. അപ്പൊ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെയാണ് ആ വ്യക്തിയിലെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ എന്താണ് ഇവിടെ പറയുന്നത്? അലോക്കേഷൻ ഓഫ് പീപ്പിൾ ടു ജോബ്സ് is known as a placement. Then it is a process of assigning or reassigning employees to a new or different job. Okay. നമുക്കറിയാം പുതിയ ജോലിയിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ജോലിയിലേക്കോ നിയമനം കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ആണോ? നിയമനം കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയല്ലേ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്?
സിമ്പിൾ ലാംഗ്വേജിൽ എങ്ങനെയല്ലേ പറയാ? It is a process of assigning or reassigning employees to a new or a different job. അപ്പൊ നമ്മുടെ ഓപ്ഷനിലുണ്ടാവും വിച്ച് ഇസ് ദ പ്രോസസ് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലേസ്മെന്റ് എന്ന പ്രോസസ്സിലാണ് അല്ലെ അവിടെ നിയമനം കൊടുക്കുന്ന ഒരു പ്രവൃത്തി, പുതിയതിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഏതെങ്കിലും ജോലിയിലേക്കോ നിയമനം കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. Okay, thus placement is the procedure of placing the right person on the right job, and the aim of placement is to place the hired candidates in the jobs for which they have the needed skills. Okay, നമുക്കറിയാം പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇതൊരു തൊഴിലുടമയാണെങ്കിലും എന്താണോ വേക്കൻസി വന്നിരിക്കുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തി നിയമിക്കാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ? ക്വാളിഫിക്കേഷൻ അധികമുള്ളതിനെയോ അല്ലെങ്കിൽ കുറവുള്ളതിനെയോ തീർച്ചയായിട്ടും നമുക്കറിയാം ആ പൊസിഷൻ ആ ഏത് വേക്കൻസി ആണോ അത് ചെയ്യാൻ കഴിവുള്ളവരെയാണ് കൂടുതലും കോഴ്സ് ചെയ്യുക അല്ലെ, അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനെ എന്താ പറയാ, അത് ചെയ്യാൻ അറിയില്ല എന്നാൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തീർച്ചയായിട്ടും നമുക്കറിയാം. അതുകൊണ്ട് കാര്യമില്ല അല്ലെ, നമ്മൾക്ക് എന്താണോ വേക്കൻസി വന്നിരിക്കുന്നത്, ഓർഗനൈസേഷനിൽ എന്താണോ വേക്കൻസി വന്നിരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെയാണ് കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ളത്. About this placement is the procedure of placing the right person on the right job, and the aim of placement is to place the higher candidate in the jobs of or which they have needed skill. അതായത് റൈറ്റ് പ്ലേസിലാണ് നിയമിക്കേണ്ടത്. അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിരിക്കുന്നത്, ഹയർ ചെയ്തിരിക്കുന്നത് ആരെയാണ്? which they have the needed skills. ഏത് സ്കില്ല് ആവശ്യമായിട്ടുള്ളോ അതാണോ ആ സ്കില്ലിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് റൈറ്റ് പ്ലേസിൽ തന്നെ അവിടെ പ്ലേസിംഗ് ഓർഡർ കൊടുക്കുന്ന പ്രൊസീജിയറിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യത്യസ്ത വ്യക്തികളൊക്കെ പ്ലേസ്മെന്റിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പ്ലേസ്മെന്റ് ഒക്കെ അല്ലേ? പ്ലേസ്മെന്റ് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ഏതാണോ? എല്ലാവരും ഇവിടെ തന്നെയാണോ? ഓണാക്കി വെച്ചിട്ട് പോയോ? ശ്രദ്ധിക്കാട്ടോ. According to figures and layers, placement is the determination of the job to which an accepted candidate is to be assigned and is assignment to the job. Okay, തീരുമാനമെടുക്കുകയാണ് അല്ലെ, ഡിറ്റർമിനേഷൻ. തീരുമാനമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. അതായത് എന്ത് പ്രോസസ്സാണ് ഇതിലെ പറയുന്നത്? പ്ലേസ്മെന്റ് is the determination of the job to which an accepted candidate is to be assigned and it is assignment to that job. അതിന്റെ അവരുടെ നിയമനം അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനെ അല്ലെ സ്വീകരിക്കാമെന്ന് ഉള്ള ഒരു തീരുമാനം എടുക്കുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. It is a matching of what the supervisor has a reason to think he can do with the job demands. Okay, നമുക്കറിയാം നമ്മുടെ മേലധികാരി എന്താണോ മനസ്സിലാക്കി മാച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് അനുസരിച്ചിട്ട് അത് ചിന്തിച്ചുറപ്പിച്ചിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ can do with the job demands. ജോലിക്ക് ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ വ്യക്തി ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ ഒരു മാച്ചിങ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിപ്പെടുന്നത്. It is a matching of what that impose on a strain working conditions and what he offers in the form of a payroll, companionship with others, promotional possibilities, etc. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും എംപ്ലോയർ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ എംപ്ലോയും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സ്ട്രെയിനൊക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ്. ഇങ്ങനത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള കാര്യമാണ്. അത്യാവശ്യം പേരോളും കാര്യങ്ങളും നമുക്കറിയാം സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാക്കേജാണ്. അവരുടെ കമ്പാനിയൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജോലിക്ക് അല്ലെ തൊഴിലാളിയും ചേർന്ന വിധത്തിലുള്ള കമ്പാനിയൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പ്ലേസ്മെന്റ് നടക്കുമ്പോൾ തൊഴിലുടമയും കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ള കാര്യം അവിടെ ചിന്തിച്ചുറപ്പിക്കുന്നുണ്ട്.
അല്ലെ അതേപോലെ തന്നെ തൊഴിലാളികളും അതിനനുസരിച്ചിട്ട് അല്ലെ മാച്ചിങ് ആയിട്ടുള്ള കാര്യമാണ്, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്, പേറോളും കാര്യങ്ങളൊക്കെ ഓക്കെ, അതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് അവിടെ പ്ലേസ്മെന്റിൽ വ്യാപകമാകുന്നത്. അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ, അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് ഉള്ളൂ. The assignment of a particular job to a newly appointed employee is the placement. പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന എംപ്ലോയി അല്ലെ അവിടെ നിയമനം, പർട്ടിക്കുലർ ജോബിലുള്ള നിയമനത്തിനെയാണ് എന്ത് പറയുന്നത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന എംപ്ലോയിയുടെ ഒരു നിയമനത്തിന് അല്ലെ പർട്ടിക്കുലർ ജോബിലുള്ള നിയമനത്തിനെയാണ് എന്തെന്ന് പറയുന്നത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് ആര് വിവരിക്കുന്നതാണ്? അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ. ഓക്കെയാണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് പ്ലേസ്മെന്റ്, എന്താണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് നോക്കാം. അതിലെ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള പ്ലേസ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള തത്വങ്ങളുണ്ട്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്ലേസ്മെന്റ് ഓഫ് എംപ്ലോയി ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ആർ ഫോളോസ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ റിക്രൂട്ട്മെന്റ് സെലക്ഷനിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ട് തന്നെ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ പ്ലേസ്മെന്റിലെ കുറെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നോക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ്. ഫസ്റ്റ് മാൻ ആൻഡ് നെക്സ്റ്റ്. എന്താണ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ് ജോലി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അതിനുശേഷമാണ് ജോലിക്ക് യോഗ്യമായ വ്യക്തിയെ കണ്ടെത്തുന്നത് അല്ലെ. ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് അല്ലെ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ജോബ് അനാലിസിസിൽ പഠിച്ചിട്ടുണ്ടാവും. ജോബ് അനാലിസിസിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? എന്താണ് ജോലിക്ക് അനുയോജ്യമായ പേഴ്സൺ, അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ജോബ് ഫസ്റ്റ് തരത്ത് ജോലി എന്താണെന്ന് അല്ലെ, അതിന്റെ ഹാസാർഡ്സ് ഉണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ജോലിയാണ്, ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ജോലിയാണോ, കുറച്ചുകൂടി അല്ലെ റിസ്ക് കൂടുതലാണോ, അതനുസരിച്ചിട്ടുള്ള കുറെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവാം. ദെൻ അതിനുശേഷമാണ് നെക്സ്റ്റ് മാൻ എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ഈ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണ് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്, സ്കില്ല്, നോളജ് കാര്യങ്ങൾ അല്ലെ. അതനുസരിച്ചിട്ടാണ് പ്ലേസ്മെന്റ് നടപ്പാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താ പറയുന്ന പ്രിൻസിപ്പിളില് പ്രധാനമായിട്ടും പറയുന്നത് ജോബ് ഫസ്റ്റ്, ജോലി എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ദെൻ മാൻ നെക്സ്റ്റ്. അതിനുശേഷമാണ് ആ പേഴ്സണ് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടോന്ന് മനസ്സിലാക്കേണ്ടത്. That means the person should be placed in accordance with the job requirements instead of adjusting the job according to the need and qualification of the person. അല്ലെ ആദ്യം തന്നെ ജോലിയുടെ റിക്വയർമെന്റ്സിനാണ് പ്രാധാന്യം അല്ലെ. അതിനനുസരിച്ചിട്ടാണ് അതിനനുയോജ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺ ആണോ എന്ന് വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ജോബ് ഫസ്റ്റ്, ദെൻ മാൻ നെക്സ്റ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ജോബ് ഫസ്റ്റ് ആൻഡ് മാൻ നെക്സ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്ത് പോകാം. അപ്പൊ അതില് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. അല്ല ജോബ് അനാലിസിസിൽ പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെ. അത് ആ കാര്യം തന്നെയാണ് ഇവിടെയും വിവരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷൻസ്.
Okay, നമുക്ക് നോക്കാം. Employees should be placed on such a job for which they are qualified. They should not be placed in a very high or a very low job position. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല അല്ലെ. നമുക്ക് എന്താണ് ജോലി, ഒരു ടെക്നീഷ്യന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വല്ല എഞ്ചിനീയറുടെ കൂടെ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ആ ടെക്നീഷ്യനെ ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടി അദ്ദേഹത്തിന് ഏബിൾ ആയിരിക്കും അല്ലെ. അത് അത്യാവശ്യം അത്തരത്തിലുള്ള കുറച്ച് ഹൈലി ക്വാളിഫിക്കേഷൻ ഒന്നും അവിടെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരിക്കലും അതിന് താഴെയുള്ള ക്വാളിഫിക്കേഷനും കിട്ടിയിട്ട് കാര്യമില്ല അല്ലെ. ജോലി എന്താണോ ആ ജോലിക്ക് ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷനും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയല്ലേ? അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ? വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ശേഷി ഉണ്ടാവും അല്ലെ. അത് എന്തായാലും കാര്യമുള്ളൂ അല്ലെ. അപ്പൊ ജോബ് ക്വാളിഫിക്കേഷൻ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷൻ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈംലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? All the arrangements which are needed for placement should be done before the joining date of the newly hired employee. All the arrangements which are needed for placement should be done before the joining date of the newly hired employee. അല്ലെ, പുതിയതായിട്ട് വിളിക്കുന്ന എംപ്ലോയിയെ അവർക്ക് കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്. പ്ലേസ്മെന്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം അല്ലെ. ഇൻ കേസ് ടൈംലി പ്രിപ്പറേഷനും ഇല്ലാതെ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമേക്ക് ഓഫർ ചെയ്ത് കൊടുത്തു, അവരെ ഒക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ്ലി തന്നെ ആ ഒരു ഇംപ്രഷൻ ഇല്ലാതെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ടൈംലി പ്രിപ്പറേഷൻ അവിടെ ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്? എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് അവെയർ ഓഫ് all the information regarding working condition existing in the company. He should also be provided information about the punishments if he commits any mistake. ഓക്കെ, നമുക്കറിയാം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഗ്രഹിക്കണം എന്നുള്ളത് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. എംപ്ലോയീസ് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചു പോകേണ്ടതാണ്. ഇൻ കേസ് എംപ്ലോയിക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതിനും അതിൻ്റെതായിട്ടുള്ള പണിഷ്മെന്റും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി അവരെ ഇൻഫോം ചെയ്യേണ്ടതും ആവശ്യമാണ്. അതെല്ലാം നമുക്കറിയാം. ഒരു ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് തോന്നിയ മാതിരി ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിക്ക് ഇതിൻ്റെതായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഇൻ കേസ് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അത് കൃത്യമായിട്ട് തന്നെ ആ മിസ്റ്റേക്കുകൾ ഹാൻഡിൽ ചെയ്യേണ്ട വിധം എന്താണെന്നുള്ളതും ക്ലിയർ ആയിട്ട് തന്നെ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. Principles of working conditions. The employee should be made aware of all the information regarding working conditions. ഇവിടെ എന്തൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണോ അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലെ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന കമ്പനി നിലനിൽക്കുന്ന വർക്കിംഗ് കണ്ടീഷൻസ് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇതിനൊരു ടൈമിംഗ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ ആ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അനുയോജ്യമായ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെ. ചിലപ്പോ ലഞ്ച് ബ്രേക്കിംഗിന്റെ ടൈമിലായിരിക്കാം, അതല്ലെങ്കിൽ അല്ലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം ഇങ്ങനെ ഇന്ന ചിലപ്പോൾ ചൂടേറിയ സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യേണ്ടതുണ്ടാവാം. സോ അതെല്ലാം തന്നെ അവർക്ക് അറിയാം. അത് മാത്രമല്ല, ഈ ഷുഡ് ഓൾസോ ബി പ്രൊവൈഡ് ഇൻഫർമേഷൻ about punishment ഈ കമ്മിറ്റ്സ് മിസ്റ്റേക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടും അവർക്ക് ഒരു അവയർനെസ് പകർന്നു കൊടുക്കണം. ഇതെല്ലാം ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആയി പോകുന്നില്ലേ? അല്ലേ? എന്താണ് ചെറുതായിട്ടൊക്കെ ഹെഡിങ്സ് വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാനാണ്. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ എന്താ പറയുന്നത്? An employee should be made to feel a sense of commitment and cooperation in this new job, so that he can understand his responsibilities better towards the job and organization. നമുക്കറിയാം നല്ലൊരു കടപ്പാട് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു സഹായത്തോടു കൂടി പോകാനായിട്ട് തീർച്ചയായിട്ടും തൊഴിലാളികളും തൊഴിലുടമയും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ എംപ്ലോയി ഷുഡ് ബി മേഡ് ടു ഫീൽ എ സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് കോപ്പറേഷൻ ഡ്യൂറിംഗ് ഹിസ് ജോബ്
so that he can understand his responsibility better towards അവന്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ അല്ലെ ജോലിയോട് ചേർന്ന വിധത്തിൽ നിർവഹിക്കാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാം അല്ലെ ആ ഒരു ലോയൽറ്റി നമുക്കറിയാം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു റീച്ച് ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താ പ്രത്യേകത ഒരു സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് അല്ലെ that can understand that it's a responsibility better towards the job and the organization. കാരണം ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ ഓർഗനൈസേഷനോട് ചേർന്നവർക്ക് നിർവഹിക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സോ ആ ഒരു പ്രിൻസിപ്പിൾസിൽ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു അല്ലെ ആ ഓർഗനൈസേഷനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാത്തക്ക വിധത്തിലുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് അവരിൽ വളവാക്കിയെടുക്കുക. ലാസ്റ്റ് പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ഫർ. എന്താണ് ഈ ട്രാൻസ്ഫർ എന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത് ഫസ്റ്റ് പ്ലേസ്മെന്റ് ക്യാൻ ബി ടെമ്പററി variations may occur after the training is completed. Transfer of the employee to another job may occur where he can perform as expected. ഓക്കെ ആദ്യം അവർക്ക് ടെമ്പററി ആയിട്ടുള്ളത് സർവീസ് ആയിരിക്കും കൊടുക്കുന്നത് അതിനുശേഷമാണ് ഇവർക്ക് എന്താണ് അല്ലെ അനുയോജ്യമായിട്ടുള്ള ജോലി എന്താണ് ഒരു ഓർഗനൈസേഷൻ ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും സംഘടിപ്പിച്ച് കൊടുക്കുക അങ്ങനെ അതിന് അവര് നോക്കിയിട്ട് അവരെ വാല്യൂ ഒക്കെ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പെർമനന്റ് പൊസിഷനിലേക്ക് എംപ്ലോയിക്ക് അനുയോജ്യമായി എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ചതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ടെമ്പററി ഏരിയ വേക്കൻസികളിൽ നിന്ന് പെർമനന്റ് ജോബിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 6 പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇതാണ് പ്ലേസ്മെന്റ് വായിച്ചു നോക്കാം. പ്രിൻസിപ്പിൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാം കേട്ടോ. ഹെഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആണോ? ആഴ്ചയിൽ വരാൻ തന്നെ ശ്രമിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.